Hello guys, I am Raj. Welcome back to the Unboxing Show. ഞാൻ ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് ഒരാൾ ചോദിച്ച പ്രകാരം ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറയാണ് ആക്ഷൻ ക്യാമറ. അപ്പോൾ ആക്ഷൻ ക്യാമറയിൽ ഇപ്പം ലോ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന ഏറ്റവും നല്ല കിടിലനായിട്ടുള്ള കുറച്ച് ആക്ഷൻ ക്യാമറയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ഈ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടെ അങ്ങ് ഇടിച്ച് പൊട്ടിക്കണം. എന്നാണ്ട് ഇവൻ്റെ തല ഇടിച്ച് പൊട്ടിക്കണം അല്ലേ, ബെല്ലൈക്കൺ കൂടെ ഇടിച്ചങ്ങ് പൊട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ സംഭവത്തിൻ്റെ ആക്ഷൻ ക്യാമറയുടെ എല്ലാത്തിൻ്റെ സ്ക്രീൻ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ഇവൻ്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റിലത്തെ ഒരു ആക്ഷൻ ക്യാമറ പരിചയപ്പെടുത്താൻ പോവാണ്. ഫസ്റ്റിലത്തെ ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ ഇതൊക്കെ ആമസോണിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. Xmate എന്ന് പറഞ്ഞൊരു ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു ആക്ഷൻ ക്യാമറ തന്നെ. Xmate ലൈറ്റ് ആണ് ഈ വരുന്നത്. 16 MB 4K വീഡിയോ റെക്കോർഡിങ്ങും വൈഫൈ ആക്ഷൻ ക്യാമറ 2-inch ഡിസ്പ്ലേ സെൽഫി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 2-inch സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ പ്രൂഫ് കേസ്, 2.4G റിമോട്ട് ആൻഡ് മൊമെൻറ്റിംഗ് ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറയിൽ വലിയ നിങ്ങൾ ക്യാമറ ലുക്ക് നോക്കി എടുത്തിട്ട് കാര്യമില്ല, ലുക്കിലൊന്നും കാര്യമില്ല ക്യാമറയ്ക്ക്, അതിൽ വർക്കിലാണ് കാര്യം. ഇപ്പോൾ ക്യാമറയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അവർ തന്നെ ഒരു ചെറിയൊരു ഫോട്ടോ പോലെ കാണിച്ചിട്ടുണ്ട്. 4K ആൻഡ് 13 FPS വീഡിയോ എടുക്കാൻ പോകുന്നത്. 2.7K 13 FPS കിടപ്പുണ്ട്. അതുപോലെ 180 16 FPS കിടപ്പുണ്ട്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ മാക്സിമം വാട്ടർ പ്രൂഫിന് പറ്റുമെന്നാണ് ഈ ക്യാമറയിൽ പറ്റുന്നത്. സെൽഫി ആക്ഷൻ ക്യാമറയാണ്. ലൈറ്റ് വെയിറ്റ് ആൻഡ് വരുന്ന എന്ന് വെച്ചാൽ സ്ക്രീന് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. USB 2.0 ആണ് വന്നിരിക്കുന്നത്. വാട്ടർ പ്രൂഫാണ്. വൈഫൈ അൾട്രാ HD ക്യാമറയാണ്. 16 MB 900 mAh ബാറ്ററിയാണ്. 900 mAh ബാറ്ററി ആണ് വരുന്നത്. ബ്ലൂടൂത്ത് ഇൻ ആണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. അപ് ടു 16 GB ആണ് ഇതിനകത്ത് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലൂടൂത്ത് ഇൻ സ്പീക്കർ, അതുപോലെ 19 minutes റൺ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്. 2.4G ആണ് വൈഫൈയുടെ, എനിക്ക് തോന്നുന്നു വൈഫൈയുടെ ഇത് കണക്ഷൻ വരുന്നത്. വൈഡ് ആംഗിൾ റേഷ്യോ വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ആക്ഷൻ ക്യാമറയിൽ എല്ലാവരും നോക്കുന്നത് വൈഡ് എത്ര ഉണ്ടെന്നൊക്കെ നല്ലപോലെ നോക്കും. അതുപോലെ ക്ലാരിറ്റി, ഇമേജ് ക്ലാരിറ്റി നോക്കും. അതിന് നല്ല സ്പെക്കാണോ എന്ന് നോക്കും. ചില ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുമ്പം നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാവും, ചിലത് നല്ല ഹീറ്റൊന്നും ഉണ്ടാകത്തില്ല. നോർമൽ ഇപ്പം ഉദാഹരണം ഒരു ബഡ്ജറ്റ് സീരീസ് ഒക്കെ വരുമ്പോൾ ഹീറ്റ് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലിപ്പം ആക്ഷൻ ക്യാമറയിൽ GoPro സീരീസിലൊന്നും അങ്ങനെ ഹീറ്റ് വരത്തില്ല. കാര്യം ഇച്ചിരി നല്ല റേറ്റ് എടുത്ത് നമ്മൾ ക്വാളിറ്റി നോക്കി എടുക്കുകയാണെങ്കിൽ ഹീറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ Xmate എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെറിയൊരു ബഡ്ജറ്റ് സീരീസിലാണ് പറയുന്നത്. ഏതാണ്ട് 4000 സംതിങ് രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആമസോണിൻ്റെ കറക്റ്റ് ലിങ്കിൽ എടുത്തിടാം. അപ്പോൾ ഈ ചില അഡ്രസ്സിൽ ഇത് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പ്രൈസ് വേരിയൻ്റ് ഇവിടെ കാണിക്കാത്തത്. അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈഡ് ആംഗിൾ വരുന്നതെന്ന് വെച്ചാൽ 120 ഡിഗ്രി വൈഡ് ആംഗിൾ ഷോട്ട് വരുന്നുണ്ട്. 120 ഡിഗ്രി വൈഡ് ആംഗിൾ ഷോട്ട്. അതുപോലെ ഇതിനകത്ത് വീഡിയോ ഫോർമാറ്റ് MP4H 264 ആണ് വരുന്നത്. ഇമേജ് ഫോർമാറ്റ് JPG ആണ് വരുന്നത്. ഡ്രൈവിൻ റെക്കോർഡർ, ടൈം ലാൻഡ്സ്കോപ്പ്, അതുപോലെ ലോപ്പ് റെക്കോർഡിങ്, സ്ലോ മോഷൻ, മൊബൈൽ ആപ്പ് സപ്പോർട്ടഡ്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത ക്യാമറ ഇത് നമുക്കിപ്പോൾ ഈ ഒരു ക്യാമറയിൽ വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കാം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ അവരെ നമുക്ക് വെച്ചിട്ട് ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും. TFT സ്ക്രീൻ ആണ് ഇതിന് വരുന്നത്. TFT സ്ക്രീനാണ് ഇതിന് വരുന്നത്. 120 വൈഡ് ആംഗിൾ അതൊക്കെ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ 2.4 GB വയർലെസ് വെൻസ്റ്റിൻ റിമോട്ട് കൺട്രോൾ ആണ് വരുന്നത്. നമ്മുടെ വാച്ചിൻ്റെ കൂട്ടെ ഇപ്പോൾ ഈ ബാൻഡിൻ്റെ കൂട്ടിരിക്കുന്ന ഏകദേശം ഉള്ള റിമോട്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് 900 mAh ബാറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ ഒരു നല്ല ആക്ഷൻ ക്യാമറയാണ്. ഇപ്പോൾ നമ്മുടെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ എടുക്കാമെങ്കിൽ 4000 രൂപ ഇതിന് പ്രൈസ് വരും. ഇപ്പോൾ നല്ലൊരു ആക്ഷൻ ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇത് കുറേ പേര് ഓർഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം കാർഡ് വാട്ടർ പ്രൂഫ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 170 ഡിഗ്രി വരെ വൈഡ് ആംഗിൾ ഷോട്ട് ഉണ്ട്. മറ്റേതിനേക്കാൾ ഇച്ചിനോട് വൈഡ് ആംഗിൾ ഷോട്ട് ഉണ്ട് ഈ ക്യാമറയ്ക്ക്. പക്ഷേ ക്വാളിറ്റി മാത്രം കുറവാണ്. മറ്റേത് 16 വരുന്നുണ്ടെങ്കിൽ ഇത് 12 MB ക്യാമറയാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ, വ്യത്യാസം വരുന്നുണ്ട്.
മറ്റേത് ഇച്ചിരൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീമോട്ട് ഉപയോഗിച്ച് വൈഫൈ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളും എല്ലാം മറ്റേതായിട്ടുണ്ട്. ഇത് ചാർജിൻ്റെ അഡാപ്റ്റർ കേബിളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സെൻസർ നമുക്ക് ഏറ്റവും നല്ലൊരു സെൻസറാണ്. ഇപ്പോൾ DSLR ക്യാമറയിൽ പോലും വരുന്ന ഒരു സെൻസറാണ് CMOS സെൻസർ. അപ്പം 3 MB 3.0 MB COMS സെൻസറാണ് ഇത് വരുന്നത്. നമുക്ക് അടുത്ത ക്യാമറ ഉണ്ടോ. അപ്പോൾ ഇതൊരു ബട്ടർ ക്യാമറയാണ്. ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷന് ഞാൻ വിശദമായിട്ടുള്ള വിലയും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ അടുത്ത ക്യാമറ എന്ന് പറ്റും. അപ്പോൾ അടുത്ത ആക്ഷൻ ക്യാമറയാണ് നോട്ട്സ് പ്ലേ SE എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതൊരു നല്ല ക്യാമറയാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ് കമ്പനി തന്നെയാണ് നോട്ട്സ് പ്ലേ SE എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിന് ഇച്ചിരി വിലക്കുറവാണ്. ഇതിനും വിലക്കുറവാണ്. 5000-6000 രൂപ റേഞ്ചിലാണ് ഇതിന് വില വരുന്നത്. ഇതൊരു നല്ല ക്യാമറ തന്നെയാണ്. SE 4K സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറയാണ്. അതുപോലെ സ്പോട്ട് ആൻഡ് ആക്ഷൻ ക്യാമറയാണ് ഇത് വന്നിരിക്കുന്നത്. 16 MB ഉണ്ട്. അതുപോലെ തന്നെ 170 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 മീറ്റർ വാട്ടർ പ്രൂഫ് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് വരുന്നത് ഹോസ്റ്റിങ് വിത്ത് വൈഫൈ റിമോട്ട് കൺട്രോൾ ആൻഡ് അസിസ്റ്റൻ്റ് കിറ്റ് എല്ലാം. ആ ഒരു കിറ്റ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ബാൻഡിൻ്റെ കൂട്ട് കണക്ട് ചെയ്ത് റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ്. പക്ഷേ ഈ ക്യാമറയ്ക്ക് ഉദ്ദേശിക്കുന്ന അത്ര സൈസൊന്നും ഇല്ല. ഏകദേശം ഇത്രയധികം സൈസ് വരും. നമ്മുടെ ഒരു കൈ ഇങ്ങനെ വെച്ചാൽ അത്രയും വരുന്നൊരു സൈസുള്ളൂ ഈ ഒരു ആക്ഷൻ ക്യാമറയ്ക്ക്. വലിയ സൈസൊന്നും വന്നിട്ടില്ല ഈ ക്യാമറയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ പേര് നോട്ട്സ് പ്ലേ എന്നാണ് ഈ ക്യാമറയിൽ. 4K റെക്കോർഡിങ് 13 FPS ഉണ്ട്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ 170 നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മെഗാ പിക്സൽ 16 MB മെഗാ പിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇമേജ് ക്വാളിറ്റി. അവർ അതിൻ്റെ അകത്ത് എടുത്തേക്കുന്ന ഇമേജ് ഒക്കെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇതൊരു വീഡിയോ ഓടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എൻ്റെ ഇമേജ് ക്വാളിറ്റി അവിടെ കാണിച്ചേക്കുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട്. അതിൻ്റെ റിമോട്ട് കൺട്രോൾ ആണ് ഇത്. വയർലെസ് റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു റിമോട്ട് ഉണ്ട്. നമ്മുടെ കയ്യിലിടുന്ന ടൈപ്പ് റിമോട്ട് കൺട്രോൾ ആണ്. നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി ഇച്ചിരി കൂടെ കൂടുതലാണ്. 1050 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ആക്ഷൻ ക്യാമറയ്ക്ക്. 120 FPS സ്ലോ മോഷനും സപ്പോർട്ടഡ് ആയ ഒരു ക്യാമറയാണ്. വീഡിയോസ് ആൻഡ് 720 പിക്സൽ. നമുക്ക് 120 FPS സ്ലോ മോഷൻ എടുത്താൽ 720 സപ്പോർട്ടാവും. ഏകദേശം ഹാഫ് HD നമുക്ക് വീഡിയോ റെക്കോർഡിങ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ക്യാമറയാണ്. നമുക്ക് അടുത്ത വേറൊരു ക്യാമറയിലോട്ട് പോകാം. ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ക്യാമറയാണ്. അപ്പം ഒരാൾ എന്നോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരാൾ ചോദിച്ചു ഏതാണ് ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റിൽ ഏതൊക്കെയാണ് നല്ല ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം. നമുക്ക് അടുത്ത ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്യാമറയാണ് EKEN എന്ന് പറയുന്നൊരു മോഡലാണ്. EKEN H9R വാട്ടർ പ്രൂഫ് സ്പോട്ട് ആക്ഷൻ ക്യാമറ 4K വൈഫൈ അൾട്രാ HD മോഡലാണ്. അപ്പോൾ ഇത് H9 മോഡലാണ്. അപ്പോൾ ക്യാമറയുടെ ഒരു ബോട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് ബോട്ട്സ് പാക്കിലാണ് ക്യാമറ വരുന്നത്. അതെങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയൊരു ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറയാണ്. അവർ ആ ഒരു ബോട്ട്സ് പാക്ക് കാണിക്കുമ്പോൾ ഇതിന് ഏകദേശം 4000, 5000, 6000 രൂപ റേറ്റ് വരുന്നൊരു ബഡ്ജറ്റ് സീരീസ്, ലോ ബഡ്ജറ്റ് സീരീസ് വരുന്നൊരു ക്യാമറയാണ്. അപ്പോൾ EKEN എന്നാണ് ഇതിൻ്റെ ഒരു പേര്. EKEN എന്നാണ് ഈ കമ്പനി. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊരു കമ്പനിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ക്യാമറയിലുണ്ട്. ഇപ്പോൾ ലോ ബഡ്ജറ്റ് മേടിക്കുന്നതും ഹൈ ബഡ്ജറ്റ് മേടിക്കുന്ന ക്യാമറ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അത് ഓർക്കണം. ഹൈ റെസൊല്യൂഷൻ 4K ആക്ഷൻ ക്യാമറ. വീഡിയോ റെസൊല്യൂഷൻ 4K 25 FPS 2.7K 20 FPS ആണ് വരുന്നത്. അതുപോലെ 180ക്ക് 16 FPS, 720ക്ക് 120 FPS. ഫോട്ടോ 12 MB മാക്സിമം ഷൂട്ടിംഗ് വൈഡ് മോഡ് വീഡിയോ. EKEN ആണ് ഈ മോഡൽ. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. HDMI ഔട്ട്പുട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഔട്ട്പുട്ട് HDMI കൊടുത്തിട്ടുണ്ട് ഒരു പോർഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽസ് ആ കമ്പനി എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. ഇതിപ്പോൾ ഓർഡർ കൊടുത്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഫീഡ്ബാക്കിലൊക്കെ പറയുന്നത് കിട്ടിയിട്ടുണ്ട്. ക്യാമറ ഒരു നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ വെരി ഗുഡ് വീഡിയോ ക്വാളിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ് വീഡിയോ ക്വാളിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അമേസിങ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇത് കിട്ടുന്നതാണ്.
ഇപ്പോൾ ഇത് ഏറ്റവും ലോ ബഡ്ജറ്റ് വരുന്നൊരു സീരീസാണ്. ഇനിയിപ്പോൾ ഞാനൊരു നല്ല ബഡ്ജറ്റ് വരുന്ന ഇച്ചിരി ബഡ്ജറ്റ് വരുന്നൊരു സീരീസ് പറയാം. ഒരു ബഡ്ജറ്റ് വരുന്നൊരു കിഡിലൻ ആക്ഷൻ ക്യാമറ ഞാൻ പറയാം. അത് നോസ്പ്ലേയുടെ വ്ളോഗ് മോഡ് എന്ന് പറയുന്ന ക്യാമറയാണ്. വ്ളോഗ് എന്ന് പറയുന്നത് അതിന് വലിയ വിലയാണെന്ന് വെച്ചാൽ 6000 രൂപ വരുന്ന ഇച്ചിരി ഒരു ക്യാമറയാണ്. 6000 രൂപ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഇതാണ്. ഫ്ലിപ്കാർട്ടിൽ മാത്രം ലഭ്യമായ ഒരു മോഡലാണ് നോസ് പ്ലേ വ്ളോഗ് എഡിഷൻ എന്ന് പറയുന്നൊരു ക്യാമറ. ഇതിന് 16 MB ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ മറ്റുള്ള ക്യാമറ വെച്ചിട്ട് ഇച്ചിരി ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയ ക്യാമറ വെച്ചിട്ട് ഫീച്ചേഴ്സൊക്കെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ക്യാമറയാണ്. പിന്നീട് വരുന്ന ക്യാമറ എന്ന് വെച്ചാൽ GoPro ആണ്. GoProയ്ക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം മാർക്കറ്റിൽ വില പറയുകയാണെങ്കിൽ നല്ലൊരു വിലയായിരിക്കും മാർക്കറ്റ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. GoPro സീരീസ് വരുന്നത് ഇപ്പം മാർക്കറ്റിൽ നല്ല വിലയായിരിക്കും. പക്ഷേ ഈ ഒരു GoPro സീരീസിന് ഏകദേശം നമുക്ക് മേടിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു ഫോൺ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് ഇത് മേടിക്കാം. 18 രൂപ വരുന്നൊരു മോഡലാണ് ഇത്. ഞാൻ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ഇത് ലോ ബഡ്ജറ്റ് അല്ല, ഇച്ചിരി ബഡ്ജറ്റ് ഏറിയൊരു വേരിയൻ്റിലാണ് ഞാൻ ഈ ഒരു ക്യാമറ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഇച്ചിരി 18 രൂപ റേറ്റ് വരുന്നൊരു ക്യാമറയാണ്, ആക്ഷൻ ക്യാമറയാണ്. ഇതിൽ ഇച്ചിരി കൂടെ വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നൊന്ന് സ്പെക്കത് വെച്ചാൽ ഡ്രോപ്പ് ഇറ്റ് ഇൻറ്റു 4K എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. വാട്ടർ പ്രൂഫ്, ജസ്റ്റ് ഗ്രേഡ്, സ്മൂത്ത് 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. GPS ഉണ്ട്. Hero 7 സിൽവർ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നീട് വരുന്നത് കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇതും ഏകദേശം ഇത്രയൊക്കെ വരുന്നൊരു മോഡലാണ്. വാട്ടർ പ്രൂഫ് എഡിഷനാണ്. 10 MB ആണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുന്നത്. പക്ഷേ നല്ലൊരു ഇമേജ് ക്വാളിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. 10 MB ആണെങ്കിൽ പോലും ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഇമേജ് ക്വാളിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു ആക്ഷൻ ക്യാമറയാണ്. 4K 16 FPS എടുക്കും. അപ്പോൾ അങ്ങനെ കുറേ അധികം ക്യാമറകൾ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ സ്പ്ലെയറായിട്ട് കിട്ടുന്നത് വെച്ചാൽ മൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു മൈക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. GoPro എഡിഷനാണ്. ഇത് നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ ഇപ്പോൾ Instagram ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതും കൂടെ കയറി ഫോളോ അപ്പ് ചെയ്യുക. വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ബട്ടൺ ആണെങ്കിൽ ഈ ഇരിക്കുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചൊന്ന് പൊട്ടിച്ചേക്കണം. അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.